ഈ നിലത്ത് വന്ന കുറുമ്പ് കണ്ടില്ലേ, 2 വർഷം പ്രായമായിട്ടോ കേട്ടോ. നല്ല രീതിയിൽ തിരിട്ടൊക്കെ വന്നേനു. പക്ഷേ ദ്രുതവാട്ടം വന്ന് ഞാൻ എൻ്റെ വേരൊന്ന് കാണിച്ചാണ്ട് ഞാൻ വേരടുക്കം പീത് കഴിഞ്ഞാൽ കേട്ടോ. സംഭവം നല്ല രീതിയിൽ തിരിയിട്ട് ഒരുപാട് തിരികളൊക്കെ തൊഴിഞ്ഞു പോയതാണ്. നല്ല കരിമുണ്ട് ഇനത്തിൽ നല്ല വെയിറ്റേജ് ഉള്ള കുരുമുളക് കഴിഞ്ഞു. പക്ഷേ ദ്രുതവാട്ടം വന്ന്, അതാ ഫൈറ്റോത്ത എന്ന രോഗം വന്ന് മൊത്തം പോയി. ഞാൻ അവിടെ കത്തിക്കാൻ കൊണ്ടുവച്ചാട്ടോ. സംഭവം ദുഃഖകരമായ ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ വേര് പോയി, നല്ല തിരിയുള്ള കുരുമുളക് കഴിഞ്ഞു, മൊത്തം പോയി. അങ്ങനത്തെ ഏകദേശം 4 എനിക്ക് മൊത്തം പോയി. ഇന്നലെ ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ പറിച്ച് ഒഴിവാക്കി. പിന്നെ മഴ കാരണം അത് കത്തിച്ചില്ല. മൊത്തമായി കത്തിച്ച് കളയണം കേട്ടോ. നമ്മളെ മണ്ണിനെ നമ്മളെ കുരുമുളക് ബാധിക്കരുത്. അതുകൊണ്ട് മൊത്തം അത് കത്തിച്ച് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള കാരണം പറയാം. ഇപ്പോൾ വീഡിയോ പോകണമെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തി വരാം. എൻ്റെ പേര് മനു, ഞാൻ ജെൻസി കർഷകനാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റായി കാണാൻ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. പിന്നെ അഭിപ്രായ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്ന കുരുമുളക് കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലൊക്കെ ദ്രുതമാട്ടം വന്ന് കേട് വന്ന് കണ്ടില്ലേ. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. മൊത്തം പോയി. 2 വർഷം അതിനു അല്ല 1.5 വർഷം ആയിക്കിന് ഏകദേശം. അപ്പോഴേക്ക് ദ്രുതവാട്ടം വന്ന് അതിൻ്റെ മണ്ണൊക്കെ കൊടുക്കുകയാണെങ്കിൽ മൊത്തം ചവയിലൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ എന്തോ രോഗം വന്നിക്കണ്. അപ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഇളക്കി മറക്കി ഞാൻ കുമ്മായോ ഡോളോമൈറ്റ് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലും അതിൻ്റെ ഈ മണ്ണിൻ്റെ ആ രോഗത്തിൻ്റെ അത് ഒന്ന് മാറി കിട്ടും. ഈ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഇനി ചിലപ്പോൾ പെട്ടെന്ന് രോഗം വന്നോളൂ. കാരണം നമ്മളെ കെയറിങ്ങിൻ്റെ പ്രശ്നമാവാം പ്രധാനമായിട്ടും. പിന്നെ മണ്ണിൻ്റെ ബാഡായിട്ടുള്ള ഹെൽത്ത്, അത് ഒരുപാട് രോഗങ്ങൾ കാരണം. അപ്പോൾ നമ്മൾ മഴ പെയ്തതിന് ശേഷം ഒരാഴ്ച ശേഷം മഴ ഇല്ല, നമ്മൾ ജൂൺ മാസം ആകുമ്പോൾ അപ്പോൾ നമ്മൾ കുമ്മായോ ഡോളോമൈറ്റോ ഇട്ട് ഒരു 15 ദിവസത്തിന് ശേഷം മാത്രമേ പുതിയ വളരാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം മണ്ണിൻ്റെ അമ്ലത, അതുപോലെ ഒരുപാടുള്ള ഫംഗൽ അതുപോലെ വൈറസ് രോഗങ്ങളൊക്കെ ഒരുപാട് ആ മണ്ണിൽ നിന്ന് ഒഴിവായി പോകണം. എന്നാലേ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കുരുമുളകിലേക്ക് ഒരു വളർച്ച അതിൻ്റെ ഈൽഡ് എത്താൻ കഴിയും കേട്ടോ. ഈ കുരുമുളക് കണ്ടില്ലേ, ഏകദേശം 5 വർഷം പ്രായമായിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് മഞ്ഞ ഇലകൾ കാണാൻ കഴിയും. അതൊക്കെ ഈ രോഗത്തിന് തുടക്കം കേട്ടോ. ഇത് നമുക്കിനി കറക്റ്റുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എന്ത് രോഗം വെച്ചാൽ ഫൈറ്റോത്ര അഥവാ ദ്രുതവാട്ടം, അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മൾ ബേക്കിൽ കാണുന്ന ആ കുരുമുളകുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അതിൽ. അപ്പോൾ നമ്മൾ ഒരിക്കലും കുരുമുളക് മാത്രം കൃഷി ചെയ്ത് നമ്മൾ സമ്മിശ്ര കൃഷി ആയിരിക്കണം. ഞാൻ അതിലേക്കൊന്നും ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും കുരുമുളക് എനിക്ക് നഷ്ടമായി. അപ്പോൾ എനിക്ക് അതിനുള്ള വളങ്ങളും അതുപോലെ തന്നെ ഞാൻ അത്രമാത്രം കെയർ ചെയ്തുണ്ടാക്കിയ കുരുമുളകാണ്. അപ്പോൾ അത്രയും നഷ്ടമായി. അപ്പോൾ കുരുമുളക് മാത്രം ഒതുങ്ങിയത്. കുരുമുളക് പറയുമ്പോൾ സമ്മിശ്ര കൃഷി അഥവാ കൊക്കോ, കാപ്പി, അതുപോലെ ജാതി, അങ്ങനത്തെ സമ്മിശ്ര കൃഷിയിൽ ഇറങ്ങണം. അപ്പോൾ ഞാൻ സമ്മിശ്ര കൃഷി എന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനുള്ള പ്രതിവിധി കാണിച്ചു തരാം. ഫൈറ്റോത്ര അഥവാ ദ്രുതവാട്ടം അഥവാ ഫൈറ്റോത്ര എന്ന രോഗമാണ് എന്ത് ഈ മോശമായ കണ്ടീഷൻ ഉണ്ടാകാൻ കാരണം. ആ വേരിനാണ് വരിക, വേരിന് ചീച്ചിൽ പോകാനാണ് വരിക. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ചെറിയ സൈൻസ് കാണാൻ കഴിയും. ഇലകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണാൻ കഴിയും. ഒരു ബ്ലാക്ക് ഡോട്ട് അഥവാ ഒരു മഞ്ഞ കളറൊക്കെ കാറുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ വർഷത്തെ ഒരു പ്രാവശ്യം ട്രൈക്കോഡർമയും ചാണകവും മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വെച്ചാൽ 10 കിലോ പച്ച ചാണകത്തിലേക്ക് 1 kg ട്രൈക്കോഡർമ അസാഡിയം, അതൊരു ഫംഗൈ ആണ്. അത് നല്ലൊരു സോയിലിൻ്റെ ഹെൽത്ത് കൂടാതെ നല്ലൊരു ഫംഗൈ ആണ്. അതിട്ട് ഞാൻ ഒരു 10 ദിവസം വെച്ച് ഞാൻ പിന്നെ ഈ കുരുമുളക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ രോഗങ്ങൾ തടയാൻ കാരണം. ഞാനത് കൊടുത്തില്ലായിരുന്നു. ഞാനിവിടെ രോഗങ്ങൾ വരുന്നത് കാണാറില്ല. അതുകൊണ്ട് അത്രമാത്രം എക്സ്പെൻസിലേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ബാധിച്ച്. പ്രത്യേകിച്ച് നല്ല മഴ കാരണം ഒരുപാട് ചീച്ചിൽ വന്ന് ചില സ്ഥലത്തൊക്കെ വെള്ളം കെട്ടിയിരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. കാരണം അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് പ്രളയങ്ങളൊക്കെ വന്ന പോലെ ഇവിടെ മഴ ചെയ്ത് ഒരുപാട് കണ്ടത്തൊക്കെ ചീച്ചിൽ വന്ന്. അതാണ് ഒരു പ്രധാന കാരണം കേട്ടോ. ഇതൊക്കെ അതിൻ്റെ സൈനാട്ടോ. കണ്ടില്ലേ, കറുപ്പായി വരണേ. ഇതൊക്കെ ദ്രുതവാട്ടം പിടിക്കുക. അതിൻ്റെ മുമ്പ് നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. സോ എനിക്ക് നിങ്ങളെ പറയാമെന്ന് വെച്ചാൽ കുരുമുളക് മാത്രം ഒതുങ്ങരുത്, സമ്മിശ്ര കൃഷി ചെയ്യുക. ഇപ്പോൾ ഞാനൊക്കെ വേക്കിച്ചതൊക്കെ എന്താണ് കവുങ്ങ് അതോ അടക്കമരത്തിലാണ് കുരുമുളക് ചെയ്തപ്പോൾ. അപ്പോൾ 2-1 കിട്ടും. കുരുമുളക് നശിച്ചാലും അടക്കം കിട്ടും. ഇപ്പോൾ അടക്ക എന്തെങ്കിലും പ്രാവശ്യം വെയിൽ കാരണം അതിൻ്റെ ഇതില്ലേ പൂവ് കുറഞ്ഞാണെങ്കിലും കുരുമുളക് കിട്ടുന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ സമ്മിശ്ര കൃഷി ചെയ്യുന്നത്. സമ്മിശ്ര കൃഷി അത് മാത്രമല്ല, ഞാൻ ജാതി, അതുപോലെ തന്നെ കൊക്കോ, കാപ്പി, വായ, അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കൃഷിയൊക്കെ ഞാൻ കാണിച്ചത് ഞാൻ ചെയ്തത് കേട്ടോ. ഈ നീണ്ട നിലയ്ക്കാണ് എൻ്റെ കവുങ്ങ് കൃഷി 2023 നട്ടതാണ്. അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കാപ്പി വെച്ചിട്ടുണ്ട്. ഇവിടെ കുരുമുളക് വെട്ടിയിട്ടുണ്ടോ? എൻ്റെ കുരുമുളക് കയറി പോണേ.
ചെറിയ ചെറിയ രോഗം ഉണ്ടെങ്കിലും ഒരു പരിധി വരെ ഞാൻ നിയന്ത്രിച്ച് ഇതൊക്കെ കേട്ടോ. ഈ കവുങ്ങിനിടെ സ്പേസ് വന്നപ്പോൾ ഞാൻ മഞ്ചേരിക്കൂട്ടിലെ നേന്ത്രവായ വെച്ചിട്ടോ, ഏകദേശം ഒരു 10 എണ്ണം. അതിൽ കുറച്ചൊക്കെ കേടന്ന് പോയി. അപ്പോൾ കേടൊന്നേ കണ്ടില്ലേ, അവിടെ നല്ലൊരു വലിയ വായ ഉണ്ടായിരുന്നു. ആ കേടൊന്നും ഇപ്പോൾ 2 എണ്ണമാണ് നിർത്തിക്കുന്നത്, ഏതെങ്കിലും ഒന്ന് പിടിക്കട്ടെ വിചാരിച്ചിട്ട്. ഇവിടെ ഒരു വായ ഉണ്ടായിരുന്നു, അതിപ്പോൾ എന്തായിപ്പോയി. പിന്നെ ഞാൻ പുതൊന്ന് തെഴുത്ത് വന്നിരിക്കണ്. അങ്ങോട്ടും കാണാൻ ഒരുപാട് വായകളുണ്ട്. ഈ കാണുന്ന കവുങ്ങിനിടയിലൊക്കെ ഞാൻ റോബസ്റ്റ കാഫി വെച്ചിട്ടുണ്ട് കേട്ടോ, ഡാർക്ക് വെറൈറ്റി പെട്ടെ. പിന്നെ അവിടെ ഒരു കൊക്കോ വെച്ചിക്കണ്. പിന്നെ അടുത്ത കൊല്ലം നടാനുള്ള കൊക്കോൻ്റെ തൈ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ. ഇത് നല്ലൊരു കർഷകനെടുത്ത് പോയി നല്ലൊരു കൊക്കോ തൈ വാങ്ങി വന്ന കേട്ടോ. അതിൽ കൊക്കോൻ്റെ കായ് വാങ്ങി ഞാൻ അവിടെ വിത്തിട്ട് മുളപ്പിച്ചു കേട്ടോ. ഇത് പിന്നെ ഈ കൊല്ലം നട്ടിനെ കുറച്ച് ബാക്കിയുള്ളതാണ്. ഇപ്പോൾ നല്ലൊരു വെറൈറ്റി നോക്കിയപ്പോൾ ഇതെടുത്ത കേട്ടോ. എനിക്ക് ഇത്രയും പറയാനുള്ളത്, കുരുമുളക് കൃഷി മാത്രം ഒതുങ്ങിയത്. കാരണം 90s കുരുമുളക് കൃഷി രോഗം വന്നപ്പോൾ മൊത്തം നശിച്ചു പോയി. അപ്പോൾ കുറേ ആൾക്കാർ നഷ്ടമുണ്ടായി. അപ്പോൾ സമ്മർശിച്ച കൃഷി ചെയ്യുക. ഇപ്പോൾ കുരുമുളകാണെങ്കിൽ ഒറ്റ എന്താ പറയുക വെറൈറ്റി മാത്രം ഒതുങ്ങാതെ മൾട്ടിപ്ലായിട്ടുള്ള വെറൈറ്റീസ് കൃഷി ചെയ്യുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ ജാതി, അതുപോലെ തന്നെ കൊക്കോ, കാപ്പി, പിന്നെ നമ്മളെ വായ, അതുപോലെ തന്നെ സമ്മർശിച്ച കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യുമ്പോൾ അത്രമാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശിച്ചോ?